ഈ ബിഗ് ബോസ് ഇപ്പോൾ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അതിലെ ഓരോ സംഭവങ്ങളും ഓരോ വഴക്കുകളും ഒക്കെ സോഷ്യൽ മീഡിയയിലടക്കം വലിയ ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട്. പക്ഷേ ഒരു ടെലിവിഷൻ പ്രോഗ്രാം എന്ന നിലയിൽ അത് എന്ത് സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്? ബിഗ് ബോസ് ശരിക്കും പറഞ്ഞാൽ ഞാനത് ശ്രദ്ധിക്കാറില്ലായിരുന്നു. അടുത്ത നാളുകളിലായിട്ട് അത് ശ്രദ്ധിച്ചു വന്ന സമയത്ത് ആ പ്രോഗ്രാം ഒരു കൾച്ചർലെസ് പ്രോഗ്രാമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് പ്രത്യേകിച്ച് സമൂഹത്തിന്, സ്ത്രീ സമൂഹത്തിന് ഒട്ടും തന്നെ ഒരു സന്ദേശം കൊടുക്കാൻ പറ്റുന്ന ഒരു പരിപാടിയായിട്ട് നമുക്ക് തോന്നുന്നില്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു സീരിയൽ കാണുന്നു, സിനിമ കാണുന്നു, ഓക്കെ, അതിനകത്ത് എന്തെങ്കിലും ഒരു കാതലായ സന്ദേശമുണ്ടാവും. ഒന്നുകിൽ സ്വന്തം ജീവിതത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തെക്കുറിച്ചോ ഒക്കെ പ്രതിപാദിക്കുന്ന പല സന്ദേശങ്ങളും അതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇതിനെ സംബന്ധിച്ച് ചില പ്രമുഖ താരങ്ങൾ ആരും തന്നെ അതിൻ്റെ മുൻനിരയിൽ കാണുന്നതായിട്ട് നമുക്ക് മനസ്സിലാകുന്നില്ല. രണ്ടാമത്, അതൊരു സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ട് വല്ല ലോബികൾ ഇതിൻ്റെ പിന്നിലുണ്ടോ എന്നുള്ള സംശയവും നമുക്കുണ്ട്. ഇതെന്തിനാണ് എന്നുള്ളത് നമുക്ക് പ്രത്യേകിച്ചൊരു കുടുംബത്തിന് കാണാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല ഇതുവരെയായിട്ടും. ഒരു വൈദേശിക സംസ്കാരം അതിലുണ്ടോ എന്നുള്ള ഒരാശങ്കയും അതിനകത്ത് നമുക്കുണ്ട്. മോഹൻലാലിനെ പോലെ ഒരു വലിയ ഒരു നടൻ, അല്ലെങ്കിൽ അദ്ദേഹം വളരെ വർഷങ്ങളായിട്ട് 45 വർഷങ്ങളായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. അതായത് അദ്ദേഹം സിനിമകളിലൂടെ പല കഥാപാത്രങ്ങളിലൂടെ നമ്മുടെ മനസ്സ് കീഴടക്കിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തെ പോലെ ഒരാൾ ഇത്തരമൊരു പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്നു. അപ്പോൾ ആ പ്രോഗ്രാമിനെ അത്ര വില കുറച്ച് കാണേണ്ടതുണ്ടോ? അല്ല, മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയെ നമുക്ക് വളരെ ഭക്തിയും സ്നേഹവും ഒക്കെയുള്ള ഒരു ബഹുമാനവും ഒക്കെയുള്ള ഒരു വ്യക്തിത്വമാണ്. സിനിമാ രംഗത്ത് കൂടുതൽ ജനശ്രദ്ധ ആകർഷിക്കുന്ന ആരാധന പാത്രവുമായിട്ടുള്ള ഒരു കഥാപാത്രമാണ് മോഹൻലാൽ. പക്ഷേ അദ്ദേഹം എന്താണ് ഇത് ഏറ്റെടുക്കാൻ കാരണമെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ പിന്നിലുള്ളത് സാമ്പത്തിക നേട്ടം മാത്രമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റൊന്നും അതിനകത്ത് പ്രതിപാദിക്കേണ്ടതായിട്ടുണ്ട് തോന്നില്ല. അല്ല, ഞാൻ പറഞ്ഞപ്പോൾ ഏഷ്യാനെറ്റ് പോലെ ഒരു ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ഒരു ചാനലാണ് ഏഷ്യാനെറ്റ്. റേറ്റിങ്ങിലൊക്കെ അത് വളരെ ഏറ്റവും മുന്നിൽ തന്നെയാണ് നിൽക്കുന്നത്. അത് കഴിഞ്ഞേ ഉള്ളൂ മറ്റ് ഇത്രയധികം ചാനലുകൾ മലയാളത്തിൽ വന്നെങ്കിലും ഏഷ്യാനെറ്റിന് മേളിലേക്ക് ഒരു ചാനലിനും വരാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പല ചാനലുകളും 2ാം സ്ഥാനത്തേക്കൊക്കെ എത്തുന്നുണ്ടെങ്കിൽ പോലും. പക്ഷേ ഏഷ്യാനെറ്റ് പോലെ ഒരു ചാനലിൽ ഈ പറഞ്ഞതുപോലെ ഒരു 9 മണി അല്ലെങ്കിൽ 9:30 എല്ലാവരും TV കാണുന്നൊരു സമയം കൂടിയാണ്. അപ്പോൾ ഇത്രയും നിലവാരമില്ലാത്ത പരിപാടി ആ സമയത്ത് കൊടുക്കും എന്ന് തോന്നുന്നുണ്ടോ? പിന്നെ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഈ സമയത്ത് അത് ടെലികാസ്റ്റ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ? ഇതിൻ്റെ പിന്നിൽ മറ്റൊന്നും നമുക്ക് തോന്നുന്നില്ല. ഇത് സാമ്പത്തിക ലാഭത്തിന് വേണ്ടി മാത്രം മോഹൻലാൽ അത് ഏറ്റെടുത്ത് നടത്തുന്നതായിട്ട് നമുക്ക് മനസ്സിലാകുന്നുള്ളൂ. അത് ശരിക്കും കുടുംബപരമായി ഇരുന്ന് കാണാൻ പറ്റിയ ഒരു സീനല്ല. അത് കുടുംബത്തെ വളരെയധികം ദോഷമായി ബാധിക്കുന്നുണ്ട്. നമ്മൾ തലമുറകളെ ബാധിക്കുന്നുണ്ട്. പുതിയ തലമുറകൾ ഇത് കാണാൻ ആഗ്രഹിക്കുന്നു. അവർക്കൊരു എന്താ പറയുന്നത്, ഒരു ലിഷർ ടൈം പോലെ അവർ കണ്ടെടുത്തിട്ട് അത് കാണുകയും അത് ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനകത്ത് കാണാൻ സാധിച്ച ചില വേഷങ്ങൾ, അവരുടെ രീതികൾ, അവരവിടെ രൂപപ്പെടുത്തുന്ന ഭക്ഷണ പാചക കലകൾ ഒക്കെ തന്നെ ഒരുപാട് കഴിവുകൾ സ്വയം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എങ്കിൽ പോലും അത് ഒരു കുടുംബത്തിന് പറ്റിയ ഒരു കൾച്ചർ ആയിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഇതിൻ്റെ പിന്നിൽ സാമ്പത്തിക നേട്ടം മാത്രമാണെന്ന് തർപ്പിച്ച് പറയുന്നു. അല്ല, മറ്റൊന്ന്, ഇപ്പം നമ്മൾ സീരിയലുകളെ കുറിച്ച് പറഞ്ഞു. സീരിയലുകളുടെ കഥ അല്ലെങ്കിൽ അതിൻ്റെ തിരക്കഥ ഒക്കെ തന്നെ ഈ പലപ്പോഴും ബന്ധങ്ങൾ, മോശമായ ബന്ധങ്ങൾ, അവിഹിതമായ ബന്ധങ്ങൾ, ഇതിനെയൊക്കെ ഒക്കെയാണ് അതിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ പറഞ്ഞ പോലെ കുറേ ഗെയിമുകൾ അല്ലെങ്കിൽ കുറേ പേര് ചേർന്ന് ഗ്രൂപ്പായിട്ട് ഉള്ള ചില ഗെയിമുകളുണ്ട്. അതോടൊപ്പം തന്നെ ഈ നമ്മുടെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സ്വകാര്യത ആവശ്യമാണ്. ഒരു വലിയ ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വലിയൊരു ഫിഗറായിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും അവർക്കും സ്വകാര്യതകൾ ആവശ്യമാണ്. അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം വലിയൊരു മുഖ്യമന്ത്രി ആണെങ്കിലോ അല്ലെങ്കിൽ വലിയൊരു മോഹൻലാലിനെ പോലൊരു താരമാണെങ്കിലോ അവർക്ക് അവരുടെ ഷൂട്ടിംഗ് സമയം കഴിഞ്ഞ് രാത്രിയാണെങ്കിൽ അവർക്ക് വിശ്രമം കിട്ടുന്നു. അപ്പോൾ അവർക്ക് അവരുടേതായ സ്വകാര്യത ലഭിക്കുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിൽ നമ്മൾ 24 മണിക്കൂർ നമുക്ക് മുന്നിൽ ക്യാമറയാണ്. ടോയ്ലറ്റ് ഒഴികെയുള്ള എല്ലാ സമയങ്ങളിലും നമുക്ക് മുന്നിൽ ക്യാമറയാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ യഥാർത്ഥ അയാളുടെ ഉള്ളിലുള്ളതെല്ലാം പുറത്തു വരുന്നു, അത് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിൻ്റെ ഒരു പ്രത്യേകത. അത് കുടുംബത്തോടൊപ്പം കാണാൻ കഴിയുന്നില്ല എന്ന് പറയുന്നതിൻ്റെ എനിക്ക് മനസ്സിലാവുന്നില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്?
എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരു പുതിയ തലമുറയെ വളർത്തിയെടുക്കുമ്പോൾ അവർ കടന്നു വരുന്ന സംസ്കാരം, അവരിലേക്ക് പടർന്നു കയറേണ്ട സംസ്കാരത്തിനപ്പുറത്തേക്ക് ഒരു ലിവിങ് ടുഗദറിൻ്റെ ഒരു രീതി അവിടെ നമുക്ക് രൂപപ്പെട്ട് കാണുന്നു. ജെൻഡർ ഇക്വാളിറ്റി നമുക്ക് ആവശ്യപ്പെടുന്ന, ആഗ്രഹിക്കുന്ന സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു മറ അവിടെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ട കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ആവിഷ്കാര സ്വാതന്ത്ര്യം ഇപ്പോൾ ആഗ്രഹിക്കുന്ന തലമുറകളെല്ലാം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പിന്നാലെ പോകുന്നു. ആ ആവിഷ്കാര സ്വാതന്ത്ര്യമാണോ അവിടെ നടക്കുന്നത്? അതുപോലെ തന്നെ നമ്മുടെ തനിമയെ നഷ്ടപ്പെടുത്തുന്ന, നമ്മുടെ സംസ്കാരത്തിൻ്റെ തനിമ നഷ്ടപ്പെടുന്ന ഒരു സീനാണ് അവിടെ കാണാൻ സാധിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലായി. കൂടുതലായിട്ടൊന്നും ഞാൻ കാണാറില്ല. ഞാൻ 1-2 സീൻ കണ്ടു. 7 സീൻ നടന്ന് ഇരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പിന്നിൽ എന്താണ് ലാഭം അല്ലെങ്കിൽ നഷ്ടം എന്നൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. എന്തായാലും മോഹൻലാലിനെ പോലെയുള്ള ഒരു വ്യക്തിത്വം അത് എന്തിനാണ് ഏറ്റെടുത്തതെന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമാണ്. അല്ല, നമ്മളിപ്പോൾ അഖിൽ മാരാരെ എടുത്ത് പരിശോധിച്ചാൽ അഖിൽ മാരാർ എല്ലാ വിഷയങ്ങളിലും വലിയ ധാരണയുള്ളൊരു വ്യക്തിയായിരുന്നു. അതോടൊപ്പം തന്നെ ഇതിൽ വന്ന മറ്റൊരു രജിത് കുമാർ എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ആളുകളൊക്കെ വളരെ സമൂഹത്തെക്കുറിച്ചും അല്ലെങ്കിൽ നല്ല വിജ്ഞാനപ്രദമായ കാര്യങ്ങൾ അറിയുന്നവരും സമൂഹത്തിലെ എല്ലാ കാര്യങ്ങളിലും അഭിപ്രായം പറയുന്നവരുമൊക്കെയാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ അവരാണ് ഒരു ഫൈനലിൽ എത്തുക എന്നുള്ളത് തന്നെ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ പറഞ്ഞതുപോലെ എല്ലാ മേഖലകളിലും, ഇപ്പോൾ രാഷ്ട്രീയത്തിലാണെങ്കിൽ പോലും നല്ല ഇമേജുള്ള രാഷ്ട്രീയക്കാരുണ്ട്, മോശം ഇമേജ് ഉള്ളവരുമുണ്ട്. അതെല്ലാം എല്ലാ സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലും അത് നമുക്ക് കാണാം. ഇപ്പോൾ സിനിമയാണെങ്കിലും സിനിമാ നടന്മാരെല്ലാം നല്ലവരാകണമെന്നില്ലല്ലോ. ഹേമ കമ്മിറ്റിയൊക്കെ വന്നല്ലോ. സ്വാഭാവികമായും ഇതിൽ വരുന്നവർ ഇപ്പോൾ മോശമാണെങ്കിൽ അവർ പുറത്തായി പോകുന്നുണ്ട്. അപ്പോൾ അതിനെ വിമർശിക്കേണ്ടതുണ്ടോ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ല, ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ അവയർനെസ് എനിക്ക് ഇല്ലാത്തത് കൊണ്ടും കൂടുതൽ എന്താണ് ഇതിൻ്റെ ഉള്ളടക്കം, അല്ല ഇതിൻ്റെ ആവശ്യകത, സമൂഹത്തിന് എന്ത് സന്ദേശം നൽകുന്നു എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് നമുക്ക് കിട്ടാത്തത് കൊണ്ടും അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ എനിക്ക് പറ്റുന്നില്ല. എത്രയാണ് നമുക്ക് കണ്ടിട്ട് ഒരു അറുബോറൻ പരിപാടിയായിട്ടാണ് കാണാൻ സാധിച്ചത്. അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലാത്ത ഒരു രീതി പോലെ തോന്നുന്നു. തലമുറകൾക്ക് ദോഷം ചെയ്യും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഇപ്പോഴത്തെ തലമുറയിൽ കുറേ വൈകാരികമായ ചിന്തകളും കാഴ്ചപ്പാടും ഒക്കെ അവർക്കുണ്ട്. അത് അവർക്ക് ആസ്വദിക്കാൻ പറ്റും. പക്ഷെ പഴയ തലമുറയിലുള്ളവർ ഇത് എത്രമാത്രം ആസ്വദിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നോക്കിക്കാണേണ്ട കാര്യമാണ്. അല്ല, അതിപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഓരോ കാലഘട്ടത്തിലും ഇതിപ്പോൾ പ്രേംനസീറിൻ്റെ കാലത്തുള്ളത് ആയിരിക്കില്ല മോഹൻലാലിൻ്റെ മമ്മൂട്ടിയുടെയും കാലത്തുള്ളത് പോലെ ആയിരിക്കില്ല ഇപ്പോൾ ഉള്ള പുതിയ ന്യൂജൻ സിനിമകളുടെ നടന്മാരുടെയൊക്കെ എടുത്ത് നോക്കുമ്പോൾ. സ്വാഭാവികമായും അത് അവർക്കായി വിട്ടുകൊടുക്കുക എന്നുള്ളതിനപ്പുറം നമ്മളതിനെ കൂടുതലായി വിമർശിക്കേണ്ടതുണ്ടോ? അല്ല, നമുക്ക് അതിന് പ്രത്യേകിച്ചൊരു വിമർശനം ഇതുവരെ സംഭവിച്ചിട്ടില്ല. നമ്മളതിന് രംഗത്ത് വന്നിട്ടുമില്ല. ഇത് മുന്നോട്ട് പോകും തോറും ശരിക്കും പറഞ്ഞാൽ മോഹൻലാൽ ഇത് ഏറ്റെടുത്ത് നടത്തുമ്പോൾ ഈ പ്രമുഖരായിട്ടുള്ള നടന്മാരെ അവിടെ കാണാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് മോഹൻലാൽ മാത്രം ഈ അമ്മ പോലുള്ള ഒരു സംഘടനയുടെ നേതാവായിട്ട് നിന്നിട്ടും മോഹൻലാൽ ഇങ്ങനെ ഒരു ചിത്രത്തിന് രൂപം കൊടുക്കുന്നതും അതിനെ നയിക്കുന്നതും അതിനെ കൊണ്ടുപോകുന്നതും എന്തുകൊണ്ടാണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു പിടി കിട്ടിയിട്ടില്ല. നമ്മൾ ചിന്തിക്കുക, ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. വേണമെന്നുണ്ടെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അത് സമൂഹത്തെ അറിയിക്കണം. സമൂഹത്തിനെ എത്രമാത്രം ദോഷമായി ബാധിക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.